നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നേരിടാൻ കോൺഗ്രസ് ഒരുക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ സഖ്യത്തിന് കരുത്തും ആത്മവിശ്വാസവും നൽകാൻ രാഹുൽ ഗാന്ധിക്ക് ആകുമോ? കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നുണ്ടോ? ഫയറിംഗ് ലൈനിൽ ഇന്ന് എന്നോടൊപ്പം AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു ഡൽഹിയിലെ ലോധി എസ്റ്റേറ്റിൽ നിന്ന്. ശ്രീ KC വേണുഗോപാൽ, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. 3 കാര്യങ്ങളിലാണ് ബി.ജെ.പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1 രാമക്ഷേത്രം, 2 വികസനം, 3 മോദി ഗ്യാരണ്ടി. കോൺഗ്രസ് എങ്ങനെ നേരിടും? എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തന്ത്രം? അതല്ല, ഞാനതിനോട് യോജിക്കുന്നില്ല. 3 കാര്യങ്ങളില്ല, അവർ ഒറ്റ കാര്യത്തിലാണ് ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത്, രാമക്ഷേത്രം. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പാർലമെൻറ്റ് നടപടികൾ പോലും കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും, ഇത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ തന്നെ പരമാവധി ചൂഷണം ചെയ്ത് ജനങ്ങളുടെ മനസ്സുകളിൽ ഭിന്നിപ്പിൻ്റെ മേഖലകളാക്കി അതിനെ മാറ്റിയെടുത്ത് വോട്ട് നേടുക എന്നുള്ള തന്ത്രമാണ് അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തും. അതിൻ്റെ ഏറ്റവും വലിയ പീക്കിലേക്കാണ് അവർ ഈ രാമക്ഷേത്രത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഒരു ഭാഗത്ത്. അല്ലാതെ മറ്റ് ഭരണ നേട്ടങ്ങളും വികസനവും മോഡി ഗ്യാരണ്ടിയും ഒന്നും ജനങ്ങളുടെ വിലപ്പോകുന്ന ഒന്നല്ല. മോഡിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ? 15 ലക്ഷം രൂപ സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് എത്തിക്കുന്നു. എവിടെ പോയി ആ ഗ്യാരണ്ടി? 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നു പറഞ്ഞത് ആ ഗ്യാരണ്ടിയുടെ ഭാഗമല്ലേ? എവിടെ പോയി ആ ഗ്യാരണ്ടി? MSP ഡബിൾ എന്ന് പറഞ്ഞത് ആ ഗ്യാരണ്ടിയുടെ ഭാഗമല്ലേ? എവിടെ പോയി ആ ഗ്യാരണ്ടി? അപ്പോൾ മോഡിയുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് വിലയിരുത്തിയാൽ മുൻകാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ദുരിതത്തിലേക്കും കൊണ്ടുവിടുകയാണിത്. തൊഴിലില്ലായ്മ അതിൻ്റെ പീക്കിലല്ലേ നിൽക്കുന്നത്. 40% ചെറുപ്പക്കാർ 20-നും 30-നും വയസ്സുള്ളവർക്ക് ജോലിയില്ലാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് നിസ്സാരമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഡെവലപ്മെൻറ്റ് ഒരു റൊട്ടീൻ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും. വികസനവും തൊഴിലില്ലായ്മയും ആളുകളുടെ കഷ്ടപ്പാടും ഒക്കെയാണ് ഈ രാജ്യത്തിന്റെ യാഥാർത്ഥ്യമെങ്കിൽ അതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ കോൺഗ്രസിനെ പോലെ ഇത്രയും പാരമ്പര്യമുള്ളൊരു പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് ഞങ്ങളുടെ പരിശ്രമങ്ങൾ മുഴുവൻ. ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുമ്പോഴും ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബിംബങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പരിശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഓരോരോ ഘട്ടങ്ങളിൽ പാളിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് എവിടെയും എത്തിയില്ല ഫലങ്ങളൊന്നും തന്നെ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെലങ്കാനയിൽ ഞങ്ങൾ ജയിച്ചു നന്നായിട്ട്. ആ ജയത്തെ നിസ്സാരമാക്കി കാണാൻ പറ്റുന്ന ജയമല്ല. 3-ാം സ്ഥാനത്തിരിക്കുന്നൊരു പാർട്ടി 1-ാം സ്ഥാനത്തേക്ക് വന്ന ഇലക്ഷനായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ തോറ്റു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് നിങ്ങൾ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് 40% മിനിമം വോട്ട് കോൺഗ്രസിനുള്ള സംസ്ഥാനങ്ങളായിട്ട് ഈ 3 സംസ്ഥാനങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ജയമാണ്, ഞാൻ സമ്മതിക്കുന്നു. ജയിച്ചില്ലെങ്കിലും കോൺഗ്രസിനെ വോട്ട് ചെയ്ത 40% ജനങ്ങൾ ഇപ്പോഴും ഈ 3 സംസ്ഥാനങ്ങളിലുണ്ട്. പിന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പരിശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും കമ്മ്യൂണലൈസ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെ രീതികളെ അവലംബിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ, രാമക്ഷേത്രമാണ് ബി.ജെ.പി ഉന്നം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടാനും പ്രതിരോധിക്കാനും കോൺഗ്രസിന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. കാരണം DK ശിവകുമാറിനെ പോലൊരാളാണ് പറഞ്ഞത് രാജീവ് ഗാന്ധിയാണ് രാമക്ഷേത്രം തുറന്നു കൊടുക്കാൻ ആദ്യം തയ്യാറായതെന്നതാണ്. പിന്നീട് ശശി തരൂരിനെ പോലൊരാൾ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ പോകാമെന്ന്. കേരളത്തിൽ ശശി തരൂരും K മുരളീധരനും പറയുന്നു ഞങ്ങൾ രാമഭക്തന്മാരാണെന്ന്. അപ്പോൾ കേരളത്തിലെ ഒരു മതന്യൂനപക്ഷത്തെ ഒരു സംശയത്തിന്റെ അല്ലെങ്കിൽ അവരെ ആശങ്കയുടെ നിഴലിൽ നിർത്തുന്ന സമീപനമല്ലേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കില്ല? അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് രാമഭക്തന്മാരാകുന്നതും പിന്നെ മതന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാ ബുദ്ധിമുട്ടുള്ളത്? രാജീവ് ഗാന്ധിയാണ് ഇത് എന്തായിരുന്നു കമൽനാഥിന്റെ നിലപാട് ഈ വിഷയത്തിൽ? ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരാളുടെ. കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഓരോരാളുടെയും വിശ്വാസങ്ങൾ, വ്യക്തിപരമായ വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണ്. വിശ്വാസികളുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷേ അവരവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. ഓരോ ജാതിയിലും പെട്ട കോൺഗ്രസിനുള്ള ഒരു സൗന്ദര്യവും അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ്. എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എല്ലാ ജാതിയുമുണ്ട്, എല്ലാ മതമുണ്ട്, എല്ലാ വിശ്വാസങ്ങളുണ്ട് എന്ന് വെച്ച് അത് ആൻറ്റി ഹിന്ദു അല്ല, ആൻറ്റി മുസ്ലിം അല്ല, ആൻറ്റി ക്രിസ്ത്യൻ അല്ല. ഇതൊക്കെ നിന്നുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്.
നിങ്ങൾ പറയുന്നത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ താങ്കൾ തന്നെ അല്പം മുൻപ് പറഞ്ഞു രാമക്ഷേത്രം എന്നൊരു ഒറ്റ അജണ്ടയിലാണ് BJP നീങ്ങുന്നതെന്ന്. ആ അജണ്ടയാണ് BJPയുടെ ഉള്ളിലുള്ളതെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശവാദം ഉന്നയിക്കുന്നു 370 സീറ്റിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു, 400-ലധികം സീറ്റ് NDA പിടിച്ചെടുക്കാൻ പോകുന്നുവെന്ന്. അതിനെ നേരിടാൻ എന്താണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്? ആ അവകാശവാദത്തിനൊന്നും പ്രസക്തിയില്ല. 2004 വാജ്പേയിയും ഇതേ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭൂരിപക്ഷം നേടിയിരിക്കും, ജയിച്ചിരിക്കുമെന്ന്. ഗവൺമെന്റ് വന്നത് UP ആണ്. ഇത് ഗവൺമെന്റ് ജനങ്ങളാണ് അവസാനമായി തീരുമാനിക്കുന്നത്. മോഡി പറയുന്നത് അവരുടെ പൊതുവായ ശൈലിയിൽ, ഡ്രമാറ്റിക് ശൈലിയിൽ വേറെ പ്രതിപക്ഷത്തിനൊന്നും പ്രവർത്തിക്കേണ്ട സാഹചര്യമില്ല, എല്ലാം ഞങ്ങൾ തീർത്തിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്ന് വരുത്തിച്ചിട്ട് ആളുകളെ ഡിമോറലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തന്ത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് ഒരു കൗണ്ടർ സ്ട്രാറ്റജി? ഇപ്പൊ താങ്കൾ പറയുന്നത് രാമക്ഷേത്രമാണ് അവരുടെ പ്രശ്നമെങ്കിൽ അത് മതത്തിന്റെ പേരിലുള്ള വിഭജനമാണ്. കോൺഗ്രസിന്റെ കൗണ്ടർ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. നിർഭാഗ്യവശാൽ താങ്കൾ ഇപ്പോൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. താങ്കൾക്ക് എത്ര ഫ്രീഡം ഉണ്ട് ഇന്ത്യ രാജ്യത്ത്? ദേശീയ മുഖ്യധാര മാധ്യമങ്ങളിൽ എത്ര ചോദ്യങ്ങൾ മോഡിക്കെതിരായി ചോദിക്കുന്നുണ്ട്? മോഡി ചെയ്യുന്നതെല്ലാം 100% ശരിയാണെന്ന് വ്യാഖ്യാനിക്കുന്ന മാധ്യമങ്ങൾ. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകൾ ഏതൊക്കെയാണ്? പാർലമെൻറ്റിൽ എന്താ നടക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും എതിർ ശബ്ദങ്ങളെ അനുവദിക്കുന്നുണ്ടോ പാർലമെൻറ്റിൽ? നിങ്ങൾ ഒരു ഭാഗത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലത്തെ ഏജൻസികളുടെ ജോലി എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, എല്ലാ ഏജൻസികളെ കൊണ്ടും ആരെങ്കിലും എതിർ ശബ്ദങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തിനേറെ പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ആകെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ടല്ലേ ഇപ്പോൾ ഒരു മന്ത്രിയെ കൂടി വെച്ചിരിക്കുന്നത് നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്താൻ? അപ്പോൾ ഇവിടെ സത്യത്തിൽ ഒരു ഒഴുക്കിനെതിരെയാണ് കോൺഗ്രസ് നീന്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വിസ്മരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടും കോൺഗ്രസിനോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഗവൺമെന്റിന്റെ ദൗർബല്യങ്ങളെ ഒരിക്കലും തുറന്നു കാട്ടാറില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു മീഡിയ. പണ്ടത്തെ മീഡിയ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഓപ്പോസിഷനെ വിമർശിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, 100% സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ചോദിക്കേണ്ട ഗവൺമെന്റിനോടും ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഇവിടുത്തെ ജനാധിപത്യ സ്വാതന്ത്ര്യവും തുറസ്സും അപകടത്തിലാണെങ്കിൽ അതിന് പുറത്തു കൊണ്ടുവരേണ്ട രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളല്ലേ? നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് സർ? ഈ ഞങ്ങൾ നടത്തിയ കന്യാകുമാരി ഇന്ന് കശ്മീർ വരെ 4000 കിലോമീറ്റർ നടന്ന് കുറച്ച് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രാഷ്ട്രീയ വ്യായാമം നടത്തിയിട്ട് ഓരോ കോണിലും മുക്കിലും കോണിലും 10,000-കണക്കിന് ആളുകളുടെ അഭിപ്രായം രൂപീകരിച്ച് ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതുപോലും റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാനിപ്പോഴും പറയുന്നു, ദേശീയ മുഖ്യധാര മാധ്യമങ്ങൾ അപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് മാധ്യമങ്ങൾ ഭാരത് ജോഡോ യാത്ര ചർച്ച ചെയ്തിട്ടുണ്ട്? ഒരു പൊളിറ്റിക്കൽ ഇത്രയും വലിയൊരു ഈ രാജ്യത്തെ പൊളിറ്റിക്കൽ എക്സസൈസ് നടത്തിയത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ എക്സസൈസ് ആയിരുന്നില്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അതല്ലേ. മണിപ്പൂരിൽ 9 മാസക്കാലമായിട്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോയില്ല. അദ്ദേഹം തൃശ്ശൂരിൽ 10 ദിവസത്തിനുള്ളിൽ 2 പ്രാവശ്യം വന്നു. സമയമില്ലാഞ്ഞിട്ടല്ലോ മണിപ്പൂരിൽ പോകാത്തത്. വ്യക്തമായ നിലപാടാണല്ലോ, പോണില്ല എന്നുള്ള നിലപാടാണല്ലോ. ഞാൻ പോണില്ല. ഞങ്ങൾ യാത്ര നടത്താൻ തീരുമാനിച്ചപ്പോൾ, ഇതിനു മുൻപ് ഞങ്ങൾ ആദ്യം പോയി അവിടെ, രണ്ടാമത് യാത്ര തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ മണിപ്പൂരിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു വലിയ യാത്ര കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ യാത്ര ആസാമിലെ മുഖ്യമന്ത്രി നേരിട്ടത് എങ്ങനെയാണ് താങ്കൾ കണ്ടു? എങ്ങനെയാണ് നേരിട്ടത്? അതെ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കാൻ പാടുള്ളതായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല എവിടെയും ഒരു ഭയങ്കരമായ മാധ്യമരംഗത്തുള്ള ആളുകൾ ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു പ്രതികരണം. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഇടും, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇവിടെ ഈ വലിയ ഭീകരാവസ്ഥയെ മറ്റുള്ളവരാരും പ്രവർത്തിക്കേണ്ട, ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്ത് പറയാണ് പരസ്യമാണ്, നിങ്ങൾ ജാഥ നടത്തണ്ട, നിങ്ങൾ പരിപാടി നടത്തണ്ട, നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട, അമ്പലത്തിൽ പോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇന്ത്യ മുന്നണിയെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും തലസ്ഥാനത്ത് നിന്ന് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പോൾ നടക്കുകയാണോ വേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ഫെയർ ക്രിറ്റിസിസം ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ക്രിറ്റിസിസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തും ക്രിറ്റിസിസം ചെയ്യാം. ഇത് നിങ്ങൾ പറയുന്ന ഒരു വശമാണ്. ഇതിൻ്റെ മറുവശം ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്തു തുടങ്ങിയത് മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ, ആസാം, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഞങ്ങൾ നേരത്തെ യാത്ര നടത്താത്ത പ്രദേശങ്ങളാണ്. നേരത്തെ യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ 4-5 സംസ്ഥാനങ്ങൾ ഇലക്ഷൻ 2 പ്രാവശ്യം വന്നു. ആ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിലാണ്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഈ യാത്രയെക്കുറിച്ച് ആലോചിച്ചു. ഇപ്പം ഞങ്ങൾ പോകുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും പ്രയാസമുള്ള 10, 25, 30 വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുക പോലും ചെയ്യാത്ത, എന്നാൽ കോൺഗ്രസ്സിന് BJPക്കെതിരെ വെല്ലുവിളികൾ ഉയർത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലെ പ്രവർത്തകരെയും ജനങ്ങളെയും നേരിട്ട് കണ്ട്
അവരെ സജ്ജരാക്കാൻ ശക്തമാകാനാണ്. പിന്നെ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ കാര്യം, ഞങ്ങൾ സഖ്യത്തിന് വേണ്ടി ഒരു ഹൈ ലെവൽ 2 മുൻ മുഖ്യമന്ത്രികൾ ഉൾപ്പെടെയില്ല ഹൈ ലെവൽ കമ്മിറ്റി വെച്ച് അവരെല്ലാ പാർട്ടികളുമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയുടെ ഓരോ വിശദാംശങ്ങളും രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി എന്ന ആ ആശയത്തെ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പരമപ്രധാനമായി അത് രാഹുൽ ഗാന്ധിയിൽ നിക്ഷിപ്തമാണ്. അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോന്നാണ് എല്ലാത്തിനും രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒറ്റ ടാർഗറ്റേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കാണ് വീണ്ടും വരുന്നത്. നരേന്ദ്രമോദിക്ക് ഒരു ദിവസം ടാർഗറ്റ് ചെയ്താൽ പിന്നെ ഗോപികൃഷ്ണൻ വീട്ടിലുണ്ടാവില്ല. ഒരു ദിവസം ടാർഗറ്റ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പ്രദേശ ഇലക്ഷൻ കമ്മിറ്റികളും രൂപീകരിച്ച് കഴിഞ്ഞ് അവർ പേരുകൾ നിർദ്ദേശിച്ച് സ്ക്രീനിങ് കമ്മിറ്റികൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, അലയൻസ് ചർച്ചകൾക്ക് ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളുടെ കുഴപ്പമാണോ നിതീഷ് കുമാർ പോയത്? അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം കസേര ഉറപ്പിക്കാൻ നല്ലത് അതാണെന്ന് വെച്ചാൽ അദ്ദേഹം കാര്യം പറയും അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അതും രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമായിരുന്നു. അദ്ദേഹത്തിന് കൺവീനർ ആകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ചവരാണ് കോൺഗ്രസ്. പക്ഷേ 26 പാർട്ടികളിൽ മുന്നണിയിൽ കോൺഗ്രസ് മാത്രം തീരുമാനിച്ചാൽ കൺവീനർ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം ഈ പാർട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അധികാരത്തിന് വേണ്ടി എപ്പോഴും എത്ര പ്രാവശ്യം അദ്ദേഹം മാറി, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരുടെ അല്ല കുഴപ്പം രാഹുൽ ഗാന്ധിയുടേതാണ്. ഈ ഒരു വിമർശനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ഈ മുന്നണിയെ നിലനിർത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കോൺഗ്രസിന് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനിയും ഈ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ കക്ഷി നേതാക്കന്മാരുമായിട്ടും ബന്ധപ്പെടാറുണ്ട്, ചർച്ച നടത്താറുണ്ട്. ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാരായിട്ടാണ് നേരിട്ട് അവർ ബന്ധപ്പെടാറുള്ളത്. ബംഗാളിലെ പ്രശ്നം തന്നെ താങ്കൾ പറഞ്ഞു. മമത എന്താ പറയുന്നത്? ഞങ്ങൾക്ക് 2 സീറ്റ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചതാണ് 2 സീറ്റ് അല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസ് ജയിച്ചതാണ്. ആരുടെ മുന്നണിയില്ല? ആ 2 സീറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം. പക്ഷെ ഞങ്ങൾ എന്നിട്ടും നോന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ പ്രസ്താവന ദേശീയ തലത്തിൽ, അവിടെ ലോക്കലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ മമതയെ ബഹുമാനത്തോടെയാണ് ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. മമതയുടെ ആളുകളുമായിട്ട് എങ്ങനെയെങ്കിലും ഈ മുന്നണി ഉണ്ടാകണം, BJPയുടെ സീറ്റുകൾ പരമാവധി കുറക്കണം. ഇതെല്ലാം നേരെ ചെന്ന് രാഹുൽ ഗാന്ധിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുന്നതിനോടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോ മുന്നണി ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ, ഞങ്ങളും പഞ്ചാബിൽ അവരുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യോജിപ്പുണ്ടാക്കാൻ പറ്റുമോ? ഈ യാത്ര തുടങ്ങുമ്പോൾ മിലിൻ ദിയോറ എന്ന് പറയുന്ന ഒരാൾ പാർട്ടി വിട്ടു. ആരൊക്കെയാണ് ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ പാർട്ടി വിട്ടു പോയിട്ടുള്ള ആൾക്കാർ? ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, RPN നായർ, RPV സിംഗ് എന്ന് തുടങ്ങി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുൽ ബ്രിഗേഡിൽ ഉണ്ടായിരുന്ന പല ആളുകളും, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ മിലിൻ ദിയോറ അടക്കമുള്ള രാഹുൽ ബ്രിഗേഡിലുള്ള ആളുകൾ ഇനി ജോലി എനിക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്നോടുള്ള ഇന്റർവ്യൂ താങ്കൾ മൊത്തം കേന്ദ്രീകരിക്കുന്നത് കോൺഗ്രസിന്റെ നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്യാനാണെങ്കിൽ താങ്കൾ ചെയ്തോളൂ. പക്ഷെ ഞാൻ വളരെ സ്നേഹപൂർവ്വം വിയോജിക്കട്ടെ, അത് ചാനലിന്റെ അജണ്ടയാണെങ്കിൽ താങ്കൾ ചെയ്തോളൂ. പക്ഷേ കറക്റ്റ് അതല്ല. പോകുന്നവർക്കാണ് കുഴപ്പം, പോകുന്ന പാർട്ടിക്കല്ല കുഴപ്പം. കോൺഗ്രസിന് മുമ്പ് ഒരുപാട് മഹാരഥന്മാർ പോയിട്ടുണ്ടില്ലേ? എത്ര മഹാരഥന്മാർ ഈ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ തെലങ്കാനയുടെ ചിത്രം എന്തായിരുന്നു ഗോപികൃഷ്ണൻ? കർണാടകത്തിൻ്റെ ചിത്രം എന്തായിരുന്നു? ഞങ്ങളുടെ മന്ത്രിമാരടക്കം 18 MLA കൂറുമാറിയിട്ടാണ് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റും JDS ഗവൺമെൻറ് പോയിട്ട് BJP ഗവൺമെൻറ് ഫോം ചെയ്തത്. അവിടെയാണ് ഞങ്ങൾ 137 സീറ്റുമായിട്ട് തിരിച്ചു വന്നത്. അത് നിങ്ങളൊരിക്കലും പറയുന്നില്ല, കാണുന്നില്ല. തെലങ്കാനയിൽ ഞങ്ങളുടെ പാർട്ടി മൊത്തം പോയി 21 MLA ഉണ്ടായിരുന്നു. ആശയപരമായ ദൃഢത ഇല്ലാത്തവരുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടികളിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ പോവും വരികയും ചെയ്യും. ശ്രീ KC വേണുഗോപാൽ, ഇതിലെ പ്രശ്നം ഞാൻ പറയാം. പോകുന്നവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? BJP പാളയത്തിലേക്ക് പോകാൻ നിൽക്കുന്നവർ കൂടുതലുണ്ട്. അത് തടയിടുക എന്നുള്ളത് നേതൃത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സുഹൃത്തെ. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണോ നിങ്ങളുടെ ആക്ഷേപം? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? പാർട്ടിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുമോ? ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവരെ വളഞ്ഞു പിടിച്ചെടുത്ത് അവരെ പിടിച്ചുകൊണ്ടുവന്ന് BJP പാളയത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള ജോലി ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ജോലിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. അതിനെ അതിജീവിക്കാൻ ത്രാണിയും ശക്തിയും ശേഷിയുള്ളവർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പാർട്ടികളിൽ നിൽക്കാൻ പറ്റുമെന്ന് കാണുന്ന ഒരുത്തനാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന നേതാക്കളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ കേരളത്തിലും ഇതുപോലെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. താങ്കൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു ചർച്ചയുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അജണ്ടകളുണ്ട്, കോൺഗ്രസിനെ ഡിഫൻസിലാക്കുക. കേരളത്തിലെ അജണ്ടക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊന്നും വീഴേണ്ട കാര്യമില്ല.
എല്ലാവരും ഞങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കും, ഞങ്ങളെ പ്രവർത്തിക്കും, അതിനുള്ള ശേഷിയുണ്ട്. ഞാൻ വളരെ ഒരു പോസിറ്റീവായ കാര്യം കൂടെ പറയാം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിട്ടാണ് മോഡിയുടെ 2 ദിവസത്തെ പാർലമെൻറ്റ് പ്രസംഗം നടന്നത്. ആ 2 പ്രസംഗങ്ങളിലും അയാൾ വേറൊരു പാർട്ടിയെ ആക്രമിച്ചിട്ടില്ല. മനസ്സിലാക്കിയാൽ പറയും, കോൺഗ്രസിനെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. ഈ കോൺഗ്രസിനെ ആക്രമിക്കുന്നു പാർലമെന്റിനകത്ത് എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാനും അത് അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇടപെട്ടോട്ടെ. ഇത് പൂർണ്ണമായിട്ടും കോൺഗ്രസിന്റെ ഡിഫൻസിലാക്കാനുള്ള ഇന്റർവ്യൂ ആണോ? അല്ല, മറ്റൊരു രാഷ്ട്രീയം അങ്ങ് ചോദിക്കുന്നില്ല. ഇന്ത്യയിലത്തെ മറ്റൊരു രാഷ്ട്രീയവും ചോദിക്കുന്നില്ല. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ചർച്ച. അങ്ങയുടെ ചർച്ച മൊത്തം രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ഡിഫൻസ്, കോൺഗ്രസ് കാലുവാർത്ത, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് ഭയമില്ല. ഏത് ചോദ്യങ്ങൾ മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് വിളിച്ചാൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട്, ഞങ്ങൾ മാധ്യമത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട്, താങ്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട്. ഇത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന രീതിയിലെ ചോദ്യം നിങ്ങൾ ഒരു BJP നേതാവാണ് ചോദിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു BJP നേതാവ് വന്നിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കില്ല. നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ ഇന്റർവ്യൂകളൊക്കെ ഒരുപാട്. എന്താണ് ചോദ്യം ഉത്തരവ് എന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. തെലങ്കാനയിലേക്ക് വരാം. തെലങ്കാനയിലെ വലിയ വിജയത്തെ കുറിച്ച് പറഞ്ഞു. സോണിയാഗാന്ധിക്ക് തെലങ്കാനയിൽ മത്സരിക്കാമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. അതിനൊരു സാധ്യതയുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ ഈ ഇന്റർവ്യൂവിൽ പറയാം. അതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട സമയത്ത് തീരുമാനിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP താങ്കളെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഒരുപക്ഷെ താങ്കൾക്ക് അതിൽ പ്രതികരിക്കാൻ പറ്റും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അതൊരു ബുൾഡോസർ ഇഫക്റ്റ് നൽകുമെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളാണ്. പാർട്ടി യുക്തമായ സമയത്ത് ഏതാണോ ശരിയായ തീരുമാനം അത് പാർട്ടി എടുക്കും. പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എനിക്കും ബാധകമാണ്, പാർട്ടി മറ്റുള്ളവർക്കും ബാധകമാണ്. അതിനപ്പുറം മറ്റു കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഞാനാണ്. താങ്കൾ ഏതായാലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പ്രാവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒറ്റക്ക് വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. കഴിഞ്ഞ ദിവസം ശ്രീ K മുരളീധരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സിറ്റിംഗ് MP മാരൊക്കെ അതാത് സീറ്റുകളിൽ തന്നെ മത്സരിക്കും എന്നാണ്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ 3ാം സീറ്റ് എന്ന ആവശ്യം അതിന് വഴങ്ങേണ്ടി വന്നാലും അതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം മുൻപ് K കരുണാകരൻ അങ്ങനെ ഒരു 3ാം സീറ്റ് കൊടുത്തിരുന്നു ലീഗിന് എന്നാണ്. ആ അഭിപ്രായം എന്താണ് താങ്കളുടെ? അല്ല, ഞാൻ ആ കാര്യങ്ങൾ അവിടെ മുന്നണി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സ്മൂത്തായിട്ട് തീരും. ഒരാശങ്കക്കോ അവകാശമില്ലാത്തവണ്ണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത 1-2 ദിവസങ്ങൾക്കൊക്കെ അവരുടെ അടുത്ത ചർച്ചകളോടുകൂടി അത് അവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോൺഗ്രസിനെ പാർലമെന്റിനകത്ത് മോദി അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കൂടുതലായി ആക്രമിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDFന്റെ ഭാഗമായിരുന്ന NK പ്രേമചന്ദ്രന് നരേന്ദ്രമോദിയുടെ അത്താഴ വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഭാഗമാവുകയും ചെയ്തു. അപ്പോൾ അതിൽ എന്തെങ്കിലും എനിക്കറിയില്ല എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പ്രേമനത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല പ്രേമനോട്. എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന്. ഈ ലോക്സഭയിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് വാദങ്ങൾ ഉന്നയിക്കുന്ന ആൾ പ്രേമചന്ദ്രനാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ CPM-ഉമായിട്ടോ ഒരു കൂട്ട് ചേരാൻ പറ്റില്ല. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്ന 2 ചേരികളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ താങ്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് പറഞ്ഞു, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറഞ്ഞു, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അവരെ പ്രയോഗിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFIയോട് അന്വേഷണം നടക്കുകയാണ്. ഇതിലും പിന്നിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഈ അന്വേഷണങ്ങളെല്ലാം പുകമറ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരായിട്ട്. അങ്ങനെ പ്രസംഗിക്കേണ്ട ആളല്ലല്ലോ നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഇല്ലേ? ഈ രാജ്യത്ത് ഹേമന്ത് സോറനെ ഇപ്പോൾ പിടിച്ച് അകത്താക്കിയിരിക്കില്ലേ? മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് പിടിച്ച് അകത്താക്കുമായിരുന്നു. അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് പ്രധാനമന്ത്രിയെ പോലെ ആൾ മുഖ്യമന്ത്രിയെക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത്? നടപടി എടുക്കുകയല്ലേ വേണ്ടത്? ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്ത് നടപടിയാണ്, കോൺക്രീറ്റായ നടപടി അവിടെ വരുന്നുണ്ടായത്? ഞാൻ നടപടി എടുക്കാൻ ആവശ്യപ്പെടുകയല്ല. അങ്ങനെ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആത്മാർത്ഥതയില്ല. മറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ എനിക്ക് പരാതിയുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ ഇപ്രാവശ്യം വായിച്ചു നോക്കി. ഒരക്ഷരമില്ലല്ലോ കേന്ദ്രത്തിനെതിരായിട്ട്. എന്താ ഇല്ലാത്തത്? ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഗവർണറുടെ ലെറ്റേഴ്സ് അല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ഒരു വലിയ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധ വേദിയിൽ ആദ്യം പൊതുയോഗം പിന്നെ പ്രതിഷേധം എന്ന് പറഞ്ഞു. കേന്ദ്രത്തിനെതിരായി നടത്തുന്ന പ്രതിഷേധവും പൊതുയോഗവും അതിൻ്റെ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ എക്സസൈസ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അതവർ നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തിന് എന്താ മറുപടി പറയാത്തത്? ഗവർണർ സെക്രട്ടറിയിൽ എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കിയതെന്നാൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു സർക്കാരിൻ്റെ നയം പറയുന്നതല്ലേ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ നയമല്ലേ? അതുകൊണ്ടാണ് സംതിങ് റോങ്.
അതുകൊണ്ടാണോ കോൺഗ്രസ് ഇവിടെ പിന്തുണയ്ക്കാതിരുന്നത്? അല്ല, കോൺഗ്രസ് പിന്തുണക്കുന്നുണ്ട്, തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. സ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം കോൺഗ്രസ് പിന്തുണക്കും, നാളെയും പിന്തുണക്കും, നല്ല ആവശ്യങ്ങൾക്ക്. അല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ക്ഷണിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നല്ലോ, പക്ഷെ ഒരു തരത്തിലും അദ്ദേഹം സഹകരിച്ചില്ല. എന്തിനായിരുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ? അല്ല, മല്ലികാർജ്ജുന ഖാർഗെ കർണാടകത്തിൻ്റെ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്റ്റേറ്റല്ലേ. അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കേരളം നടത്തിയത്. കാരണം കേരളം അതിനകത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ കൂടി അണിനിരത്തിയായിരുന്നു നടത്തിയത്. നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഉണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കപിൽ സിബൽ ഉണ്ടായിരുന്നു, അരവിന്ദ് കെജ്രിവാൾ. അല്ല, ആ ഒരു കൂട്ടായ്മ അവിടെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇല്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നേ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടി CPM-നോട് ശക്തമായി പോരാടുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ എത്ര പിള്ളേരെ നിങ്ങൾക്കറിയാമല്ലോ, എത്ര പിള്ളേരെയാണ് ഗൺമേൻ വന്ന് തല്ലുന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ? പാവപ്പെട്ട ഇപ്പോഴും ആ കുട്ടികളെ, ആലപ്പുഴയിലെ കുട്ടികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സഹകരണമാണെങ്കിൽ അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിരുന്നത്? അപ്പോൾ അവിടെ ഞങ്ങൾ പോരാടുകയാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട. അവരുടെ നയങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന് യോജിക്കാൻ പറ്റില്ലല്ലോ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് താങ്കൾ ചോദിച്ചു നോക്ക്, അവർ ഹാപ്പിയാണോ ഇപ്പോഴത്തെ ഭരണത്തിൽ നിന്ന് ചോദിച്ചു നോക്ക്. അവരുടെ മറുപടി താങ്കൾ കിട്ടുമല്ലോ. എന്നിട്ട് വേണ്ട ഞങ്ങളോട് പറയാൻ. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ദേശീയ അന്വേഷണ ഏജൻസികളുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള വരവ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ളതാണെന്ന്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ താങ്കൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് കരുവന്നൂരിന്റെ കേസിൽ, ലൈഫിന്റെ കേസിൽ കേന്ദ്രത്തിന്റെ ലക്ഷ്യം കൃത്യമായിട്ടും അവർക്ക് എല്ലാത്തിനും രാഷ്ട്രീയ അജണ്ട ഉണ്ട്. അവർക്കുടെ അജണ്ട എന്താണ്? അവരുടെ അജണ്ട, പ്രധാനപ്പെട്ട അജണ്ട, കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റും. ആ മുഖ്യ അജണ്ടയിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ED വെച്ച് നടത്തുമ്പോഴും എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അതേ അവർ കേരളത്തിലും ചെയ്യുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലർത്ഥം ക്ലിയർ ആണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് അത് നമുക്ക് തടയാൻ പറ്റുമോ? കോൺഗ്രസ് കാരനായതുകൊണ്ട് ED വേണ്ടാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. CPM കാരനോട് ED വേണ്ടാന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മെറിറ്റിലോട്ട് പോട്ടെ. പക്ഷെ നമ്മൾ പറയുന്നത് രാഷ്ട്രീയ ടാർഗറ്റ് ചെയ്ത് കൂറുമാറ്റാൻ, കാലുമാറ്റാൻ, സർക്കാരിനെ വീഴ്ത്താൻ ED ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ താങ്കൾ നേരത്തെ എന്നോട് ചോദിച്ചത് ഇത് കോൺഗ്രസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണോ എന്ന് താങ്കൾ ചോദിച്ചു. ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഇപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനമാകട്ടെ, അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവാകട്ടെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണമാകട്ടെ, ഇത്തരം എല്ലാ, ഇപ്പോൾ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാകട്ടെ, ഇതിലെല്ലാം പ്രധാന പ്രതിപക്ഷമായി നിൽക്കുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് CPM-ന്റെ ആരോപണം തന്നെ കേരളത്തിലെ 18 UDF MPമാരാണ് കേരളത്തിലെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന ആക്ഷേപമുണ്ടായി. ബിജെപിക്ക് നിലപാട് സ്വീകരിക്കുന്ന ആക്ഷേപമുണ്ടായി. കേന്ദ്രത്തിൽ BJP-ക്കെതിരായ ശക്തമായ പോരാട്ടത്തിലാണ്. ഞങ്ങളുടെ നേതാവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതാക്കി 3-4 മാസക്കാലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പടിവെച്ച് പുറത്താക്കി. ആ BJP-ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഏറ്റവും ശക്തമായി പോരാട്ടം നടത്തുന്ന നേതാവും പാർട്ടിയും ഉള്ളത് കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങൾക്കൊരു അവ്യക്തതയും ഇല്ല. ഞങ്ങൾ കേരളത്തിലെ കാര്യം, ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ തോന്നിയവാസം ഉണ്ടെങ്കിൽ ഗവർണർ തോന്നിയവാസമാണ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഹൈലൈറ്റ് ചെയ്യാറില്ല. കോൺഗ്രസ് പറയുമ്പം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യില്ല. ഞാൻ തന്നെ എത്ര പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഗവർണർക്കെതിരെ. ഗവർണർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചാനൽ കൊടുക്കുന്നുണ്ടാവില്ല. AK ആന്റണിയെ പോലെയുള്ള ആളുകളുണ്ട്, VM സുധീറിനെ പോലെയുള്ള ആളുകളുണ്ട്, ഇപ്പോൾ K മുരളീധരനെ പോലുള്ള ആളുകൾ പറയുന്നു ഒരു കാര്യത്തിലും എന്നോടൊന്നും ഒരു അഭിപ്രായം പോലും ചോദിക്കാറില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്? കേരളത്തിലെ കോൺഗ്രസ് ഒരു 3 പേരിലേക്ക്, KC വേണുഗോപാൽ, K സുധാകരൻ, VD സതീശൻ എന്നിവരിലേക്ക് ചുരുങ്ങുന്നു എന്ന് ചില വിമർശനങ്ങൾ ഒരു കോണിൽ നിന്ന് വരുന്നുണ്ട്. നേരിട്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾക്ക് യു ക്യാൻ ആൻസർ, യു ക്യാൻ റിപ്ലൈ. ഞാൻ പറയുന്നില്ല റിപ്ലൈ. നിങ്ങളെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചോദ്യമൊന്നും അത് ഒരു ദുസ്സൂചനയുള്ള ചോദ്യമാണ്. അങ്ങനെ കോൺഗ്രസ്സിൽ ഇല്ല. മുരളീധരൻ എവിടെയും പറഞ്ഞതായിട്ട്, മുരളീധരൻ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, അറിയോ? സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു തെലങ്കാനയിൽ. അറിയാം. എത്ര ദിവസം അദ്ദേഹം ഈ വീട്ടിലിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? ഈ വീട്ടിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ ചർച്ച ഉണ്ടായിരുന്നു. മുരളീധരൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഒരിടത്തും ഞാൻ പറഞ്ഞില്ല. മുരളീധരൻ ഇങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചില പരിശോധിച്ച് നോക്കൂ. താങ്കൾ പറഞ്ഞത് ഐ എം വെരി ക്ലിയർ ഓൺ മൈ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞത് K മുരളീധരൻ പറഞ്ഞത് പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി സമരാഗ്നി നടക്കുമ്പോൾ ഒരു ഫോട്ടോ പോലും, എന്തിനൊരു പേര് പോലും ഞാൻ കേൾപ്പിച്ചു തരാം താങ്കൾക്ക്. ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്,
ഈ കാര്യത്തിൽ ഇങ്ങനെയാണ് താങ്കളുടെ ഇന്റർവ്യൂ പോകുന്നത്. ഐ ആം സോറി. No, no, I can ask. വ്യക്തിപരമായ ഓരോ നേതാവിന്റെയും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു, you have every freedom not to answer. You have every freedom not to answer to questions. നോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ട് ആദ്യം മറുപടി പറഞ്ഞില്ല പറഞ്ഞത്. മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനം തെറ്റിദ്ധരിക്കും, ഓ അത് ശരിയായതുകൊണ്ട്, അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും കേരളത്തിലെ കോൺഗ്രസിനില്ല. മുരളീധരനുമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഡയലോഗുണ്ട്. അവിടുത്തെ കോൺഗ്രസ് എല്ലാവരോടും ആലോചിച്ചിട്ട് സംസാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അല്പസ്വല്പം പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതെല്ലാം പരിഹരിച്ച് അവരെല്ലാം ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു പോകും. എല്ലാവരുടെയും സേവനം ആവശ്യമുള്ള പാർട്ടിയാണ്. ഇതിൽ ഏതെങ്കിലും 2-3 വ്യക്തികൾക്ക് മാത്രം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കില്ല, അത് സതീശനും ഉണ്ടാവില്ല, സുധാകരനും ഉണ്ടാവില്ല. രാമക്ഷേത്രമാണ് പ്രധാനപ്പെട്ട BJPയുടെ അജണ്ട എന്ന് താങ്കൾ പറഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് എന്തായിരിക്കണം ഒരു കൗണ്ടർ സ്ട്രാറ്റജി എന്ന കാര്യത്തിൽ 2 അഭിപ്രായമുണ്ട്. അതായത് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കണമെന്നും അതല്ല ഈ പ്രധാനപ്പെട്ട നിങ്ങൾ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി മൃദു ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വം അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഒരു മതേതര പാർട്ടിയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഹിന്ദുക്കളും, ഞാൻ ഈശ്വര വിശ്വാസിയാണ്, അതെൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഞാൻ എല്ലാ വർഷവും ശബരിമല പോകാറുണ്ട്, എല്ലാ മാസവും പറ്റുമെങ്കിൽ ഗുരുവായൂർ പോകാറുണ്ട്. ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ മൃദു ഹിന്ദുത്വത്തിൻ്റെ ആളാണോ? എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണം തന്നെയാണ്. എൻ്റെ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു വിശ്വാസങ്ങളെ കൂടി ബഹുമാനിച്ച് അവരെയും കൂടെ കയറി ചെയ്തുകൊണ്ട് പോകണമെന്നാണ്. അതാണ് കോൺഗ്രസിൻ്റെ ജനറൽ ഫിലോസഫി. പക്ഷേ കോൺഗ്രസിനെ നിങ്ങൾ പലപ്പോഴും പ്രതികൂട്ടിലാക്കുന്ന എവിടെയാണ്? അവിടെ ചിലർക്ക് ആ വിശ്വാസങ്ങൾ തീവ്രമായിരിക്കും. മതന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണമെന്ന അഭിപ്രായമുണ്ട്. ഞാനിത് വളരെ വെരി സീരിയസ് വേ. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ന്യൂനപക്ഷ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രാമക്ഷേത്ര ഞങ്ങളുടെ ക്ലിയർ ആണ് ഞങ്ങളുടെ സ്റ്റാൻഡുകൾ ഇക്കാര്യത്തിൽ. മതന്യൂനപക്ഷങ്ങൾക്കൊന്നും ആശങ്കയില്ല. ക്രൈസ്തവ സഭകളുമായിട്ട് BJP ചർച്ച നടത്തുന്നു. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആരാണ് ഞങ്ങളുടെ സംരക്ഷകരായി വരാൻ പോകുന്നുള്ള ആശയക്കുഴപ്പമുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അത്തരം ആശയക്കുഴപ്പങ്ങൾ ഒന്നും നിങ്ങൾ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ ചേരിമാറ്റത്തിനോ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിനെ മാറ്റി നിർത്താൻ പറ്റുക? പിന്നെ ഏതൊരു പാർട്ടിയാണ് അവർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയേ കൊള്ളാം. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അവർക്ക് ഉത്കണ്ഠകൾ പറയാൻ അവകാശമില്ല. അവർക്ക് അത് ക്രൈസ്തവ സമൂഹത്തിനുണ്ട്, മുസ്ലിം സമൂഹത്തിനുണ്ട്, ഹിന്ദു സമൂഹത്തിനുണ്ട്. കോൺഗ്രസ് എല്ലാവരുടെയും പരാതികൾ കേൾക്കേണ്ട പാർട്ടിയല്ലേ? 370 എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 400-ലധികം NDA എന്ന് അദ്ദേഹം ആവർത്തിച്ചു. കോൺഗ്രസിനെ സന്ദർശക ഗാലറിയിൽ ഇരുത്തും എന്ന് അദ്ദേഹം പരിഹസിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞത് ലാഘവത്തോടെ വാജ്പേയിയുടെ കാലത്തെക്കുറിച്ച് ലാഘവ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ചില നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ. ഞാനതിന് മറുപടി പറഞ്ഞു. 2004 വാജ്പേയി ഇതുപോലുള്ള കണക്കാണ് പറഞ്ഞതെന്ന്. കർണാടകത്തിൽ വന്ന് മോഡി പ്രസംഗിച്ചു, ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന്. അവിടെ ഉണ്ടായ 136 കോൺഗ്രസ് വന്നു. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരുന്ന സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലും കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്നത്, അന്ന് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടില്ലല്ലോ എന്ന് വാജ്പേയിയുടെ കാലത്തെ കുറിച്ച് പറയുന്നത് ഇപ്പോഴത്തെ ഈ വെല്ലുവിളിയെ ലാഘവത്തോടുകൂടി കാണുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 160 ദിവസക്കാലം ഈ രാജ്യം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് യാതൊരു ലക്ഷക്കണക്കിന് ആളും കാശ്മീരിലടക്കം ഉണ്ടാക്കിയ മുന്നേറ്റം, അതിനെക്കുറിച്ച് നിങ്ങളിപ്പം അതൊരു എക്സസൈസ് അല്ലായിട്ടാണ് നിങ്ങൾ കാണുന്നില്ല. ഇപ്പം നടത്തുന്ന യാത്ര നിങ്ങൾ പറഞ്ഞത് അൺടൈമലി ആണെന്നാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന സ്ട്രാറ്റജി ഉണ്ടാവും. ഡൽഹിയിൽ ഞങ്ങളുടെ കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ ഉണ്ടെന്നേ. അല്ല സാർ, ഞാൻ പറഞ്ഞത് താങ്കൾ എന്നോട് പറഞ്ഞത് രാമക്ഷേത്രം, ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. രാമക്ഷേത്രം, വികസനം, മോദി ഗ്യാരണ്ടി. താങ്കൾ പറഞ്ഞു 3 എണ്ണമില്ല, ഒന്നേ ഉള്ളൂ, അത് രാമക്ഷേത്രമാണ്. അപ്പൊ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, അതിനെ നേരിടാൻ എന്ത് കൗണ്ടർ സ്ട്രാറ്റജിയാണ് കോൺഗ്രസിനുള്ളത്? ഞങ്ങളുടെ നേതാവ് ഉപനേതാവ് പ്രമോദ് തിവാരി രാജ്യസഭയിൽ പ്രസംഗിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാമക്ഷേത്രത്തെ BJP ഉപയോഗിക്കുന്നത് അത് രാമനെ വ്യാപാരം നടത്തുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ ചെയ്യുന്നത്, വിശ്വാസം കൊണ്ടൊന്നുമല്ല. അവർ ഇനിയിപ്പോൾ ആ ചിഹ്നം കൂടെ ആക്കേണ്ട പണിയേ ഉള്ളൂ, ശ്രീരാമൻ്റെ ചിഹ്നം കൂടെ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ കേൾക്കാൻ
ഉള്ള എല്ലാ സംരംഭങ്ങളെയും അടച്ചില്ലാതാക്കി. എന്നിട്ടും ഞങ്ങൾ ഈ ഒഴുക്കിനെതിരെ നീന്തി ശക്തമായി മുന്നോട്ട് പോയി ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. കോൺഗ്രസിന്റെ മനസ്സിലൊരു കണക്കുണ്ടോ? മോദി 370 എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ത്യ മുന്നണി ജയിക്കും. ഇന്ത്യയിൽ ഞങ്ങളുടെ കണക്ക് കൃത്യമാണ്. മോദി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെസ്പറേറ്റ് മൂവ്മെൻ്റാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവനാഴിയിൽ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാമക്ഷേത്രം, ഉത്തരാഖണ്ഡിൽ ഏകവ്യക്തി നിയമം, അങ്ങനെ ഓരോന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതിനകത്ത് താങ്കൾ ഗ്യാൻവാപ്സി പള്ളിയിലെ കാര്യം യോഗി ആദിത്യനാഥ് വീണ്ടും പറഞ്ഞു, അവരുടെ എടുക്കാവുന്ന എല്ലാ ആയുധങ്ങളും അവർ ദേശീയതയെക്കുറിച്ച് പറയും. ഒരു ഭാഗത്ത് ചൈന കൈയേറിക്കൊണ്ടിരിക്കുകയാണ്, അരുണാചലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളും. അവർക്കതിന് പ്രശ്നമില്ല. ഇതിലേക്ക് മാത്രം അവർ കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് രാമക്ഷേത്രം മാത്രം അജണ്ട എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കാണുന്നതാണോ അത്? ഇന്നലെ സഭ പിരിയേണ്ടതായിരുന്നു, സഭ പിരിഞ്ഞില്ല, ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. കാര്യോപസമിതിയിൽ ചർച്ച ചെയ്തില്ല, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചർച്ച ചെയ്തില്ല. ഇന്നലെ രാത്രി പറയുന്നു ഇന്ന് ഈ പ്രമേയം വരികയാണെന്ന്, അല്ലെങ്കിൽ ഇന്ന് ഈ ചർച്ച വരികയാണെന്ന്. ഈ ചർച്ച കൊണ്ടുവരുന്നു. അപ്പോൾ ഈ കൊണ്ടുവരുന്ന രീതികൾ ജനാധിപത്യത്തിൽ കേട്ടിട്ടുള്ളതാണോ? പാർലമെൻറ്റിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. ആ റൂൾസും കീഴ്വഴക്കങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അവർ BSc ചർച്ച ചെയ്യാതെ ഇന്ന് കൊണ്ടുവന്നു, ചർച്ച ചെയ്തു. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അവരുടെ എല്ലാവിധമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ജനമനസ്സുകളിലുള്ള ഇത്തരം ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്നുള്ളതിന് മാക്സിമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങളുടെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് അഗ്രസീവ് ആവും. ഞങ്ങളുടെ നെറേറ്റീവ് ഉണ്ടാക്കും. ന്യായം എന്ന് പറയുന്ന അഞ്ച് ന്യായങ്ങളെക്കുറിച്ച്, ഞങ്ങൾ 5 ന്യായങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും കൃഷിക്കാരൻ്റെയും സാമാജിക വ്യവസ്ഥയുടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പോരാട്ടം. കോൺഗ്രസ് കോൺഫിഡൻ്റ് ആണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. കാരണം ഇന്ത്യൻ ജനത ഞങ്ങളുടെ നിൽക്കുന്നത് ഇത് ഇത്തിരി ഹൈ ടൈമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട കാലമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കെട്ടകാലമാണ് എന്ന് ഒരുപാട് തവണ താങ്കൾ ഈ അഭിമുഖത്തിൽ ആവർത്തിച്ചു. ഈ കെട്ടകാലത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ശരാശരി വോട്ടറോട് കോൺഗ്രസ് എന്ത് പറയും? കോൺഗ്രസ് രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയും. ഒരു രാജ്യത്തിൻ്റെ ഭരണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചെറുപ്പക്കാർക്ക് തൊഴിൽ, ഈ വക കാര്യങ്ങളാണ് ഒരു സർക്കാരിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാറുള്ളത്. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും വയറ് നിറച്ച് വർഗീയത തരാം എന്ന് പറയുന്ന ഒരു സർക്കാർ രാജ്യം ഭരിക്കുകയാണ്. ഇത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കി രാജ്യത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു സർക്കാർ വരാൻ വേണ്ടി അവർ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ. ജനാധിപത്യ വീണ്ടെടുപ്പാണ് ഉദ്ദേശമെങ്കിൽ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ. താങ്ക് യു.